പപ്പൻ നിനക്കെപ്പോഴാ ഫോൺ ചെയ്തത്? എനിക്കും ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്പം കണക്കൂടെ തീർക്കാനുണ്ട് പപ്പന്റെ വകയിൽ. അതിന് ഇന്നുകൂടല്ലേ സാധിക്കൂ. അന്ന് ആ കള്ളനെ പിടിക്കുന്നിടത്ത് ദാസേട്ടനും വല്ല അപകടവും പറ്റിയോ? ഇല്ല. ആ കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി. നാളെ എപ്പോഴാ ട്രെയിൻ? രാവിലെ 10 മണിക്ക്. ഞാൻ വരുന്നില്ല. എനിക്ക് അല്പം ജോലി കൊടുണ്ട് ഇവിടെ ബാക്കി. ഇനി ഒരു ജോലിയും വേണ്ട. നാളെ നമ്മൾ ഇവിടം വിടുന്നു. അതിനൊരു മാറ്റവും ഇല്ല. അല്ല, ജോലി തീർന്നാൽ ഉടനെ ഞാനും നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. എന്തായി പറയുന്നത്? ദാസേട്ടൻ ഇല്ലാതെ ഞാൻ പോവില്ല. വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മാത്രം ഇപ്പൊ പോകൂ. പോയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാത്തിരിപ്പ് വെറുതെയാവും. ദാസേട്ടൻ എന്ത് പറ്റി? പറയാൻ കുറെ ഏറെയുണ്ട്. ഹലോ, ചന്ദ്രശേഖരന്റെ വീടല്ലേ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. എനിക്ക് മിസ് സെറീനയോട് ഒന്ന് സംസാരിക്കണം. എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോയോ? എങ്കിൽ എനിക്ക് അവിടുത്തെ നമ്പറും തരുമോ? ഹലോ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. അവിടെ മിസ് സെറീന ഉണ്ടോ? ഒന്ന് വിളിക്കാം. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ആ, ശരി, ഓക്കെ. എന്താ പപ്പ ഈ അവസാന രാത്രി വെറുതെ സംസാരിച്ചു കളയാമെന്ന് വെച്ചോ? നാളെ എന്റെ കല്യാണമാണ്. പന്തലിൽ സെറീന എന്നെ കാത്തിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത എനിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അവൾ കാത്തിരിക്കും. കുറച്ചു കാലം നിന്നെ കാണാതാകുമ്പോ ആ കൊച്ചു വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഇല്ല, സെറീന എനിക്കറിയാം. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ മരിച്ചുപോയി സത്യം എല്ലാരും ഒന്ന് അറിയിക്കണം. നീ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച അങ്ങനെ നടക്കും. എന്റെ ശരീരം അവരെവിടെ മറവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അതിനി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഉണ്ട്, എനിക്കിനി അതുകൊണ്ടേ കാര്യമുള്ളൂ. എന്റെ മോട്ടോർ സൈക്കിളും ശരീരവും പുറത്തെടുക്കുക. അതുകൊണ്ട് എനിക്കെല്ലാം തെളിയിക്കാം.
ഈ വക രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നിങ്ങളെ ഞാൻ ഇനി ഒരിക്കലും ശല്യപ്പെടുത്തിയില്ല. അതൊന്നും പറയാൻ പാടില്ല പപ്പ. ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നീ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ? പ്ലീസ് എന്നെ സഹായിക്കണം. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഈ സഹായം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ നിയമം തെറ്റിക്കുക. നിന്റെ ശരീരവും മോട്ടോർ ബൈക്കും ഒരു ചെളിക്കുണ്ടി താഴ്ത്തിയിട്ടിരിക്കുക. എവിടെ? മതി. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എല്ലാം തെളിച്ചോളാം. നാളെ എന്നെയും കാത്ത് മണവാറ്റിയെ സെറീന വരുന്നതിന് മുമ്പ് എനിക്ക് അവളെ വിവരം അറിയിക്കണം. ശരി.